ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ എല്ലാ വർഷവും യേശുക്രിസ്തുവിൻ്റെ അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ആഘോഷിക്കുമ്പോൾ ബൈബിള് ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 7:26-27 വാക്യങ്ങൾ വായിക്കുമ്പം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. യേശുക്രിസ്തു നമുക്കായി ഒരിക്കലായിട്ട് തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. എബ്രായർ 9:12 ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇവിടെയും നാം കാണുന്നത് ക്രിസ്തു സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിട്ട് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തന്നു എന്നാണ്. എബ്രായർ 9:26 അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗം കൊണ്ട് പാപം പരിഹാരം വരുത്തുവാൻ ഒരിക്കലാണ് ക്രിസ്തു പ്രത്യക്ഷനായത്. എബ്രായർ 9:27-28 വായിക്കുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പം നമുക്കെല്ലാവർക്കും ഒരിക്കൽ മരണവും അതിനുശേഷം ന്യായവിധിയും നിയമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായിട്ട് ക്രിസ്തു അർപ്പിക്കപ്പെട്ടു. എബ്രായർ 10:10-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. എല്ലാ പുരോഹിതന്മാരും ഒരിക്കലും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത യാഗങ്ങളെ കഴിച്ചും കൊണ്ട് ഇപ്പോഴും നിൽക്കുമ്പോൾ, യേശുക്രിസ്തു ഒരിക്കലായിട്ട് പാപങ്ങൾക്കായി യാഗമായി തീർന്നിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എല്ലാം നിവൃത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിനാൽ ആണ് നമ്മെ ദൈവം പുതുതായി ജനിപ്പിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരും. പരിശുദ്ധാത്മാവ് നമ്മെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കും. മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തത് യേശുക്രിസ്തുവാണ്. ഇനിയും ക്രിസ്തുവിൻ്റെ വരവിൽ ക്രിസ്തുവിനുള്ളവർ എല്ലാവരും ഉയർക്കും. ഇതേ ആത്മാവിനാലാണ് അവർ ഉയർക്കുന്നത്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലായി ക്രിസ്തു മരിച്ചു, ഒരിക്കലായി മരണത്തിൽ നിന്നുയർത്തു. അതേ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അങ്ങയുടെ വരവിനായിട്ട് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവെ, അങ്ങ് മരണത്തിൽ നിന്ന് ഉയർത്തതുപോലെ ഞങ്ങൾക്കും ഒരു ഉയർപ്പുണ്ടെന്നുള്ള പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.